കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. മലപ്പുറം നിലമ്പൂര് കുണ്ടുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് റജില, വെറും 30 വയസ്സായ റജിലയെ സ്വന്തം അമ്മായിയമ്മ, ഒരു കളവി 70 വയസ്സായ അമ്മായിയമ്മ തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തിയ ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളെല്ലാരും കേട്ട എന്താണ്, ചായ കൊടുത്തില്ല, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുത്തില്ല, ചായ ഇട്ട് കൊടുക്കാൻ വൈകി എന്നുള്ള പേരിൽ അമ്മായിയമ്മ എന്ത് ചെയ്തു, ഈ പറയുന്ന മരുമകളെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. വളരെ കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുന്ന, ഒരുവിധം മൂളയോട് ചിന്തിക്കുന്നവർക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇത് ചായ മാത്രമല്ല ഇതിനകത്തൊരു പ്രശ്നമെന്ന് നമുക്ക് അപ്പം തന്നെ തോന്നിയില്ല, അല്ലേ? ഒരു ചായ കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ അല്ലെങ്കിൽ സ്വന്തം മരുമകളെ, ഈ പറയുന്ന ഭർത്താവ് ഓട്ടോക്കാരനെന്ന് പറയുന്നു, ഭർത്താവ് എന്താണ് പുറത്ത് ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ ഒരു ക്രൂര കൃത്യം ചെയ്തത്. അതുമല്ല, പോലീസുകാർ വന്നപ്പോൾ ഈ അമ്മായിയമ്മ പറഞ്ഞത് നമ്മൾ കണ്ടു. പോലീസുകാർ വന്നപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരു കൂസലും ഇല്ലാതെ, ഒരു പശ്ചാത്താപമോ ഒന്നുമില്ലാതെ ഭയങ്കര ഒരു അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിഭാവമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കൊണ്ട് പോലീസുകാരുടെ അടുത്ത് ഇവിടെ അവർ ആദ്യം പറഞ്ഞത്, പോലീസ് വന്നല്ലോ, എനിക്കിനി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഈ തള്ള ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇതിനകത്ത് വൺ ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ചായയല്ല മെയിൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു വോയിസും വന്നിട്ടുണ്ട്. ആദ്യം ഈ പറയുന്ന ഈ പെൺകുട്ടിക്ക് 30 വയസ്സെന്ന് മനസ്സിലാക്കണം. 2 പെൺമക്കളെന്ന അറിവ്, 6ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ, 2 പെൺമക്കൾ എന്ന് പറയുന്നു, ഒരു പെണ്ണുമാണെന്ന് എന്തോ 2 മക്കൾ, അതായത് 6 വയസ്സും 10 വയസ്സും മാത്രമാണ് പ്രായം. അവരുടെ മുന്നിലിട്ടാണ് ഈ കൊടും ക്രൂരത ഈ അമ്മായിയമ്മ ചെയ്തത്. അതുമല്ല, ഉറങ്ങിക്കടലെ റൂമിനകത്ത് ഇവർ കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവർ റൂമിനകത്ത് കിടക്കുകയായിരുന്നു. റൂം തള്ളി തുറന്നു വന്ന് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു ഈ പറയുന്ന മരുമകളോട്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ, ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ വേണ്ടി എന്ത് വൈരാഗ്യമാണ് ഈ പറയുന്ന അമ്മായിയമ്മയ്ക്ക് ഈ മരുമകളോട് തോന്നിയത് എന്നുള്ളതാണ്. ഇനി ഈ മരിച്ചുപോയ മരുമകൾ ഒരു പാവമായിരുന്നു, അവരുടെ കയ്യിലും ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം ഈ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ ഇതിന്റെ താഴെ വന്ന ഒരു കമന്റ് വെച്ച് തുടങ്ങും. അതിനുശേഷം ഞാൻ ആ ഒരു വോയിസ് വെച്ച് തരാം. ഓക്കെ, കമന്റ് ഇങ്ങനെയാണ്. കമന്റ്: ഓരോ കിഴങ്ങൻ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയെ എത്ര ദ്രോഹിച്ചാലും തള്ളയുടെ കീഴിലേ നിർത്തൂ. ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്. ഈ കുട്ടി എന്റെ വീട്ടിനടുത്തുള്ള കുട്ടിയാണ് എന്നുള്ളതാണ്. തള്ള കാരണം ഒരിക്കൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അതായത് ഈ പെൺകുട്ടി ഈ തള്ള കാരണം ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. തള്ളയുടെ കൂടെ നിൽക്കാൻ വയ്യാതെ സ്വന്തം വീട്ടിലായിരുന്നു. മനസ്സിലായോ? ഞരമ്പ് മുറിച്ചപ്പോൾ ഇവര് തമ്മിൽ നല്ല പോട്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു അമ്മായിയമ്മ മരുമകൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഇവര് വീട്ടിലായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ ഒരു മെസ്സേജിൽ. ഇന്നലെ ഭർത്താവ് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇന്നലെയാണ് ഭർത്താവ് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, അവരുടെ വീട്ടിനടുത്തുള്ളതാണോ എന്നും പറയുന്നു. ഇന്ന് തള്ള വെട്ടിക്കൊന്നു. അത് ഇന്നലെ വിളിച്ചു കൊണ്ടുവന്നു, പിറ്റേ ദിവസം തള്ള ഇത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ കഷ്ടതയിലായി. കിഴങ്ങൻ ഭർത്താവ് അവളെയും കുഞ്ഞുങ്ങളെയും വിളിച്ച് മാറി താമസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവന്റെ തള്ളയെ നോക്കാനാണോ അവൻ കെട്ടിയത് എന്നുള്ളത്. അവന്റെ തള്ളയെ നോക്കാനാണോ അവൻ കെട്ടിയത്? ഇതുപോലെ നശൂലം പിടിച്ചൊരു തള്ള മലപ്പുറം ജില്ലയിൽ കാണില്ല എന്നുള്ളതാണ്. ഈ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു സംഭവം എന്നറിയാമോ? ഈ ഒരു മെസ്സേജ് എഴുതിയ ആള് ഇവരുടെ ബന്ധുവോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരോ ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുമല്ല, ഈ മരിച്ചുപോയ, ഇതിനാണ് പേര് റജിലയുടെ അടുത്ത അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അതിനകത്ത് ഇവർ പറയുന്നുണ്ട്, സ്വന്തം തള്ളയെ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്ത് ചെയ്തത്, കല്യാണം കഴിച്ചത് എന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. അതായത് ഇവർ പറയാതെ വെക്കുന്ന, അതാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് സ്വന്തം ഭർത്താവ് തള്ളയ്ക്ക് ജോലി ചെയ്തു കൊടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റജിലയെ എന്ത് ചെയ്തു, ആ പേരും പറഞ്ഞാണ് അടി എന്ന് മനസ്സിലായല്ലോ. ഇത് വെറുതെ എഴുതിയ ഒരു മെസ്സേജ് അല്ല, കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന റജിലയ്ക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് ഇതുപോലൊരു തള്ള, ഇതുപോലൊരു അമ്മായിയമ്മ മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ഇവിടെ ആരെയാണ് ന്യായീകരിക്കുന്നത്? മരിച്ചുപോയ റജിലയാണ് ന്യായീകരിക്കുന്നത്. പക്ഷേ അതാണോ ശരി എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിനുശേഷം കിട്ടിയ ഒരു വോയിസ് കിടന്ന് കറങ്ങുന്നുണ്ട്.
തള്ള കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വേറെ ഇളകും. അപ്പൊ ഇതെന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മത്തെ ഒച്ച ഇട്ടാണ്ട് ഇവള് വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോടെ ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട, അതിനൊരു കുയിന്ത്. അപ്പൊ ഈ തള്ളേനോട് അങ്ങനെ കാട്ടിയാണ്ട് ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കണ സാധനം ഓള് പൂട്ടി വെച്ച് മേലക്ക് എത്താത്തോടത്ത് വെച്ചതിന്. എന്നിട്ട് ഓള് പോയി കടന്നു. അതിൽ ഇത് പ്രശ്നം ഉണ്ടാക്കണ്ട വെച്ച് റൂം പോയി കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന് വിറയലിളകി ഫുഡ് കഴിക്കഴിഞ്ഞിട്ടേ. ഒരു ചായ വെള്ളമെങ്കിലും മധുരട്ട് കുടിച്ചാല് അതിന് കുടിച്ചാൽ അതിന് നിൽക്കും എന്തെങ്കിലും കഴിക്കാന്. അപ്പൊ ഇതിന് ഭക്ഷണം കിട്ടാത്തൊരു ദേഷ്യവും സങ്കടവും ഇത്രയും കാലം അടക്കി പിടിച്ച് കൊണ്ട് നടന്ന ഒരു ഇതും ഒക്കെപ്പാടെ അത് 2 ദിവസം മുന്നേ കാച്ചി വെച്ചിരുന്നു കത്തി. അത് എടുത്താണ്ട് ഓളാണ് ഉറങ്ങി കിടക്കുന്ന റൂം ഉണ്ട് ഞങ്ങള്. അവിടെ പോയിട്ട് വെട്ടിയത് കറച്ചിക്കാണ്. മൂന്തേമ കൂടി കഴുത്തു കൂടി ഒക്കെ വെട്ടാണ്. നീച്ച് പാഞ്ഞിട്ട് അപ്പൊക്കൊക്കെ ചോര കണ്ടില്ല പോയത്, ആകെ വെട്ടിക്കണ്. ഓക്കെ, ഇവരതിനകത്ത് പറയുന്നുണ്ടോ 2 ദിവസം മുമ്പേ ഈ പറയുന്ന കത്തി, അത് മലപ്പുറം ഭാഷയാണ്, എനിക്ക് തോന്നുന്നു ആ കത്തി മൂർച്ച കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ തള്ള അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ്. ഈ ഒരു വോയിസ് കേട്ടിട്ട് ഇത് തള്ളയുടെ ഭാഗം നിന്നുകൊണ്ടുള്ള വോയിസാണ്. നമ്മൾ നേരത്തെ കേട്ട കമന്റ് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗം, മരിച്ചുപോയ പെൺകുട്ടിയുടെ ഭാഗം നിന്നുകൊണ്ടും ഈ ഒരു വോയിസിൽ ഈ പെൺകുട്ടിയുടെ ഭാഗം പറയുന്നെന്ന് വെച്ചാൽ എന്താണ്, അതായത് ഈ തള്ളയുടെ ഭാഗം പറയുകയാണ്. അതായത് ഈ പെൺകുട്ടി തള്ളയ്ക്കൊന്നും വെച്ച് കൊടുക്കില്ല, മനസ്സിലായോ? മറ്റേ മെസ്സേജ് നിങ്ങൾ ആദ്യം കേൾക്കണം. ആ മെസ്സേജിലും ഇത് തന്നെയായിരുന്നു പരാമർശിച്ചത്. എന്താണ്, തള്ളയ്ക്ക് പോറ്റാൻ വേണ്ടിയിട്ടാണോ നീ പെണ്ണ് കെട്ടിയതെന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. ഇതിനകത്തും പറയുന്നതാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നില്ല, ഈ തള്ളയ്ക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം, മനസ്സിലായോ? എന്നിട്ട് ഈ അമ്മായി ഇപ്പൊ വെട്ടിക്കൊന്നില്ല, ആ കളവി ഇൻസുലിൻ എടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഭർത്താവ് രാവിലെ ഇൻസുലിൻ എടുത്തിട്ട് പോയി. ഇൻസുലിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ വിറയിലും കാര്യങ്ങളൊക്കെ വരും എന്നാണ് ഈ ഒരു വോയിസിലുള്ളത്. അപ്പോ ഇവര് ചായ ഈ പറയുന്ന മരുമകള് നമ്മൾ കേട്ടെന്താണ്, മരുമകള് ചായ ഇട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഇതിൽ പറയുന്നത് അമ്മായിയമ്മ ചായ ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ചായപാത്രത്തിൽ ചായ വെച്ചു, ഗ്യാസിൽ ചായ ഓണാക്കി വെച്ചപ്പോൾ മരുമകൾ വന്ന് എന്ത് ചെയ്തു, നിങ്ങൾ അങ്ങനെ എന്റെ ഗ്യാസിൽ ചായ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ചായപാത്രത്തോടെ എടുത്ത് വെളിയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ഏതാണ് ശരി എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ക്രൂരയാണോ ഈ മരുമകൾ എന്നും എനിക്കറിയത്തില്ല. രണ്ടു പറഞ്ഞതിലും ശരിയും തെറ്റുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെ ചായപാത്രം എടുത്തെറിഞ്ഞു. അതിനുശേഷം ഈ അമ്മായിയമ്മ പോയി കിടന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, പോയി കിടന്നു എന്നാണ് ഈ വോയിസിലുള്ളത്. പിന്നെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ്, ഇവർക്ക് വിറയിൽ വന്നു, ആഹാരം കിട്ടിയില്ലല്ലോ, വിറയിൽ വന്നപ്പോൾ കുറെ നാളത്തെ ദേഷ്യം. അപ്പൊ കുറെ നാൾ കൊണ്ട് എന്താണ്, ഈ മരുമകളെടുത്ത് ദേഷ്യമുണ്ട് എന്നുള്ളതാണ്. കുറെ നാളത്തിലുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പേ രാഗി എന്താണ് നല്ല മൂർച്ചയാക്കി വെച്ചിരുന്ന ആ വെട്ടുകത്തി കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും വെട്ടി എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പ്രശ്നം ഇതാ, 2 മെസ്സേജും ഒന്ന് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തുള്ള ഒരു മെസ്സേജും ഒരു വോയിസുമാണ് നിങ്ങൾ കേട്ടത്. രണ്ടിലും തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ തെറ്റ് ആരുടെ ഭാഗത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്മായി അമ്മയുടെ ഭാഗത്തുനിന്ന് പറയാം. കാരണം ഒരു ചായ ഇട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചായക്ക് ശരി ഓക്കെ, നിങ്ങൾ ചായ ഇടാൻ വെച്ചിരുന്ന ചായപാത്രം എടുത്ത് എറിഞ്ഞു എന്ന് കരുതിക്കോ, അതിന് കൊലയാണോ പ്രതിവിധി? അത് 2 കുട്ടികൾ, ആ കുട്ടികൾ തടഞ്ഞു എന്നാ പറയുന്നത്. ഈ കുട്ടികൾ എന്താണ് ഈ അമ്മായിയമ്മയെ തടഞ്ഞു, വെട്ടരുതെന്ന് പറഞ്ഞിട്ടും ഇവരും കേൾക്കാതെ ഫസ്റ്റ് വെട്ടിയതിനെ കഴുത്തിലാണ് വെട്ട് കിട്ടിയത്. മനസ്സിലായോ? അവര് കിടക്കുകയായിരുന്നു. ഈ പറയുന്ന ഈ റജിലയും ഈ 2 മക്കളും കിടക്കുകയായിരുന്നു. ഇവർ റൂമിലോട്ട് കയറി പറ വെട്ടുകയായിരുന്നു. റജില അതിനുശേഷം ഇറങ്ങി ഓടി വാതിൽക്കൽ എന്ത് ചെയ്തു, വന്ന് വീണു എന്ന് പറയുന്നു. അതിനുശേഷം ഈ കുട്ടികളുടെ വെടിയേറ്റ് നാട്ടുകാർ ഓടിക്കൂടി കുട്ടികളിൽ നിന്ന് ഉടനെ വെള്ളം വാങ്ങിച്ചു കുടിച്ചു വന്ന് അപ്പൊ തന്നെ പിന്നെ കൊണ്ടുപോകുന്ന വഴിയിൽ റജില മരിക്കുകയാണ് ചെയ്തത്. പോലീസ് വന്ന് പിടിച്ചപ്പോ ഈ പറയുന്ന അമ്മായിയമ്മ പറയുന്നത് എന്താണ്, ഇനി എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളത്. അതുപോലെ ഈ മരണത്തിന് ശേഷം പോലീസ് പിടിച്ച് വേണമെങ്കിൽ സൈഡിൽ വെക്കാം. പോലീസ് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ അവരുടെ മുഖം കണ്ടാൽ അറിയാം അവർക്കൊരു പശ്ചാത്താപവുമില്ല. എനിക്കൊരു ആത്മസംതൃപ്തി പോലെയാണ് അവർ നടക്കുന്നത്, അല്ലേ? ഇത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എനിക്കതിൽ ഒരു പശ്ചാത്താപവും ഇല്ല. ഇത് ഈ മരുമകൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഞാൻ കുറെ കാലമായിട്ട് ഓങ്ങി വെച്ചിരുന്നതാണ് എന്നൊരു പ്രതീതിയാണ്, എന്നൊരു ബോഡി ലാംഗ്വേജ് ആണ് ഈ അമ്മായിയമ്മയുടെ ഈ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്. അമ്മായിയമ്മയെ കണ്ടു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ആ മരുമകള് നല്ല ആരോഗ്യവതിയായ മരുമകള്. അപ്പം
എനിക്ക് തോന്നുന്നു അമ്മായിമ്മ ബാക്കിൽ കൂടെ ഒന്ന് വെട്ടാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ അമ്മായിമ്മയുടെ ബാക്ക് ഭാഗത്ത് നല്ല രക്തം കറ പുരണ്ടിരിക്കുന്നു. അപ്പം ഈ പിടിവലിയിൽ അമ്മായിമ്മ ഈ ബ്ലഡിലോട്ട് മലഞ്ഞ് വീണതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബ്ലഡിലോട്ടല്ല, ഇങ്ങനെ കമന്ന് വീണിട്ടുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ വെച്ച് പിടിവലി ഉണ്ടായിട്ടുണ്ടാവും. ഇവരും അവിടെ വെച്ച് വീണ്ടും വിട്ടപ്പോൾ അത്രത്തോളം വൈരാഗ്യം കിടക്കുന്നു എന്ന് നോക്കിക്കോണം. എത്രത്തോളം വൈരാഗ്യം. പിന്നെ ഈ ഭർത്താവ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ റജിലയുടെ ഭർത്താവ്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയടെ മാറ്റിക്കൊണ്ട് നിർത്തുന്നൊക്കെ പറയും. അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഭാര്യയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്തത് പറയും, നീ അമ്മ എന്ത് ചെയ്തു, അമ്മയെ ഉപേക്ഷിച്ച് ഭാര്യയും കൊണ്ട് നീ അമ്മയെ ആര് നോക്കും എന്നുള്ളൊരു ചിന്ത ഇവിടെ ഉണ്ട്. അപ്പം അവിടെയും ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും. ഇപ്പം ഈ അമ്മായിയമ്മ പോര്, അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകൾ പോര് ഏതാണ്ടൊക്കെ ഉള്ളതാണ്. അത് ഒന്ന് പറയും, രണ്ട് പറയും, വഴക്കാവും, ശരി കൊണ്ട് പാത്രങ്ങൾ എടുത്തിരിക്കും. അതുവരെയൊക്കെയാണ് നമ്മൾ കരുതുന്നത്. ഇതിങ്ങനെ ഈ പറയുന്ന എന്താണ് വീട്ടിൽ കയറി വെട്ടി കൊല്ലുന്ന രീതിയിൽ, ആ രീതിയിലുള്ള ഒരു പക ഈ അമ്മായിയമ്മയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തിനും ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ വെട്ടിക്കൊല്ലുക എന്നുള്ളതല്ല. ആ 2 കുട്ടികൾക്ക് തള്ളയില്ലാതായി എന്നുള്ളതാണ്. അത് ആ കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് ഇത്രയും മൃഗീയമായിട്ട് ഈ ഒരു ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ ഏതുതരം മനസ്സായിരിക്കും അവർക്കുള്ള, എത്ര രീതിയിലുള്ള വൈരാഗ്യ ബുദ്ധി, എത്ര രീതിയിലുള്ള വൈരാഗ്യം, എത്ര രീതിയിലുള്ള പക ഈ പറയുന്ന മരുമകളോട് ഈ തള്ളക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും പക വരണമെങ്കിൽ മരുമകളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവും. മനസ്സിലായോ? ഈ പറയുന്ന ആഹാരം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനും ഏതിനും ഇവർ തമ്മിൽ കശപിശ ഉണ്ടാക്കുന്ന, അടികൂടുന്ന ഒരു സംഭവമായിരുന്നു. വീട്ടിൽ കൊണ്ടാക്കിയതാണ്, തിരിച്ച് ഇപ്പോഴും എന്താണ് വിളിച്ചു കൊണ്ടുവന്നതാണ്, എല്ലാം ഗംഭീരരാക്കി വിളിച്ചു കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു ശരിക്കും തോന്നുന്നു ഈ എതിരും മരുമകൾ പറഞ്ഞു, എന്തായാലും ഞാൻ അവനെ ഈ ഒരു പ്രശ്നം, ഈ തള്ളയും ഈ മരുമകളുമായിട്ട് ഇത് നിരന്തരം ഇങ്ങനെ ഒരു പ്രശ്നമായപ്പോൾ അവൻ സഹി കെട്ടുകൊണ്ട് അവളെ കൊണ്ട് വീട്ടിലാക്കി. അങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങട്ടെ എന്ന് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയായിരിക്കും. കുറെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നത്, ഈ തള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിവിടെ വന്നാൽ ശരിയാവത്തില്ല എന്ന് തള്ള പറഞ്ഞു. അപ്പൊ തള്ള മനഃപൂർവ്വം എന്ത് ചെയ്തു, ഈ പറയുന്ന 2 ദിവസം മുമ്പേ ഈ പിച്ചാത്തിയൊക്കെ ക്ലിയർ ആക്കി വെച്ചിരുന്നു എനിക്ക് തോന്നുന്നു. ക്ലിയർ അവൾ പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ അവളെ ഞാൻ വെട്ടി കൊല്ലും. ഇതായിരുന്നു കളവിയുടെ മനസ്സിൽ. അപ്പൊ 2 ദിവസം മുമ്പേ പിച്ചാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് ഉറപ്പാണ്. എന്താണ് അവർ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് വരട്ടെ, ഇനി അവളെ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ബോഡിയിലാക്കി വെച്ച് അവരെ കാണുമ്പോൾ, പോലീസിനെ കാണുമ്പോൾ അവർക്ക് ഒരു പശ്ചാത്താപവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. മനസ്സിലായോ? പോയല്ലോ ഞാനൊരു കൃത്യം ഞാൻ വിജയിച്ചു എന്നുള്ള ഇനിയിപ്പോൾ എന്തായാലും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ നിയമമല്ലേ, കുറച്ചു കാലം കിടക്കും, വീണ്ടും പുറത്തു വരും എന്നുള്ളതാണ്. നിങ്ങളുടെ മസ്റ്റേക്ക് വേണ്ടി നമുക്ക് വിടുക്കണം. ശരി.